ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ടേലും പോയാലോ? പോവാം. എന്നാൽ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? അതൊന്നുമില്ല, എല്ലാവരും അങ്ങ് ഇറങ്ങാം. എങ്ങോട്ടേക്ക്? പറശ്ശിനിയിലേക്ക്. അങ്ങനെ 3 വണ്ടിയിൽ 6 പേര് നമ്മൾ ഇറങ്ങി എത്തി പറശ്ശിനിയിലെത്തി. കാല് കഴുകിയപ്പോഴാണ് നമ്മൾ ഓർത്തത് ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മുടെ ആ ചോദ്യം, ഒറ്റ ചോദ്യം ചോദിച്ച് സമയം കുറച്ചൊന്ന് മാറിപ്പോയി. ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് നമ്മളത് ചോദിച്ചത്. ഇവിടെ എത്തിയപ്പോഴോ ഒരു 12 മണി അങ്ങോട്ടായി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴേക്ക് പറശ്ശിനി നട അങ്ങോട്ട് പൂട്ടും. നമ്മളത് അപ്പം ചിന്തിച്ചില്ല. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്. പൂട്ടി, പറശ്ശിനി നട പൂട്ടി. അപ്പോൾ നമ്മൾ ഓർത്തു, ആരാ ഇത് നമ്മളോട് പറഞ്ഞത്? എല്ലാവരും പിന്നെ അതായി ചിന്ത. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇതിലേക്ക് എത്തിയത്? പറശ്ശിനിയിലേക്ക് ആരാ നമ്മളിവിടെ കൊണ്ടെത്തിച്ചത്? ഇവനാണ് ആ കാരണഭൂതൻ, അർജു. ഒടുവിൽ നമ്മളത് കണ്ടുപിടിച്ച് ഇവനെ തന്നെ. വേണ്ടായിരുന്നു ഈ 12 മണിക്ക് പറശ്ശിനി നടയുടെ പൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. മുത്തപ്പനെ കണ്ടോ? ഇല്ല. കാല് കഴുകി. എന്തിന്? അവിടെ പട്ടികൾക്ക് കമ്പനി കൊടുക്കാൻ. ആ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് നമ്മളെ കടിച്ചില്ല, ഓടിച്ചിട്ട് നമ്മളെ ഒന്നും ചെയ്തില്ല. എന്താണെന്നറിയില്ല, കാരണവന്മാർ ചെയ്ത പുണ്യം. പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കൊതുകടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുതപ്പൊക്കെ പുതച്ച് കിടന്നു. അപ്പോൾ പട്ടികൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്താൻ നോക്കി. ഇവന്മാരെന്താ പോവാത്തേന്ന്. അവസാനം 2 പേര് പട്ടികൾക്ക് നോക്കി നിൽക്കാനും 2 പേര് ഉറങ്ങാനും ഒക്കെ നിന്ന് അവിടെ സമയം കഴിച്ചു കൂട്ടി. എന്തിനാ? 4 മണിയാകും ഈ ഗേറ്റൊന്ന് തുറന്നു കിട്ടാൻ. എന്നാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതോടെ ഒരു കാര്യം ഉറപ്പിച്ച്, ഇനി നമ്മൾ ഒറ്റ മൈൻഡ് ആക്കുന്നതിന് മുമ്പേ ഒരു കാര്യം തീരുമാനിക്കണം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എപ്പോഴാ ഇറങ്ങണ്ടേ, ഇതൊക്കെ ആലോചിക്കാണ്ട് ഒറ്റ മൈൻഡ് ആക്കിയാൽ ഇങ്ങനെ പട്ടി ലോക്കായി അവിടെ കിടക്കേണ്ടി വരും.